ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ ഓരോ മാസവും കൂടി വരുന്നു. പഴയ ഫാനിന്റെ കാറ്റാണെങ്കിലോ അത് ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞു വരും. പക്ഷേ ഒരു പുതിയ ഫാൻ ഇട്ടിട്ടുണ്ട്, അതിന്റെ കാറ്റും കുറയുന്നില്ല, ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നുമില്ല. അത് ഏത് ഫാൻ ആണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, കാണിച്ചു തരാം. ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനും നിങ്ങളുടെ റൂമിന്റെ സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാനുമായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ പഴയ സീലിംഗ് ഫാൻ ഒന്ന് മാറ്റിയാൽ മതി. അതെ, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ക്രോംപ്ടന്റെ എനർജിയോൺ നിറ്റിയോ സ്മാർട്ട് എനർജി എഫിഷ്യന്റ് BLDC ഫാൻ ആണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സ്മാർട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കറങ്ങുമ്പോൾ സൗണ്ട് വരുന്ന പഴയ ഫാൻ മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഒരു ഫാൻ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കാണാം. നല്ല അടിപൊളി ഒരു ബോക്സ് പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്തത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുക ഇതിന്റെ മോട്ടറാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള പ്രീമിയം മാറ്റ് ഫിനിഷിംഗിലാണ് ഈ ഒരു മോട്ടർ വന്നിട്ടുള്ളത്. ഇതിനൊപ്പം റസ്റ്റ് ഫ്രീ ആയിട്ടുള്ള 3 അലൂമിനിയം ബ്ലേഡ്സ് ലഭിക്കുന്നുണ്ട്. ഒരു പേർ കനോപ്പീസ് ഉണ്ട്, മൗണ്ടിംഗ് കിറ്റ് ഉണ്ട്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റിമോട്ട് ലഭിക്കുന്നുണ്ട്. ഫൈനലി വാറന്റി കാർഡാണ് വിത്ത് 4 ഇയർ വാറന്റി. സാധാരണ കമ്പനികളുടെ BLDC ഫാനുകളൊക്കെ 3 ഇയർ വാറന്റിയിലാണ് വരുന്നത്. പക്ഷേ ക്രോംപ്ടൺ ഒരു പടിയോടെ മുമ്പോട്ട് പോയി 4 ഇയർ വാറന്റിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫാൻ സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫാൻ ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫാൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് ക്രോംപ്ടന്റെ തന്നെ ഇൻഹൗസ് ന്യൂക്ലിയസ് PCB പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ലോങ് ലൈഫും ഈ ഫാനിൽ ലഭിക്കും. ഈ ഫാനിന്റെ ഹയസ്റ്റ് സ്പീഡിൽ 5th സ്പീഡിൽ 24 വാട്ട്സ് ആയിരിക്കും കൺസ്യൂം ചെയ്യുക. അതായത് ഒരു CFL ബൾബിനേക്കാളും കുറഞ്ഞ കറണ്ട് മാത്രമേ ഈ ഫാൻ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനം വരുന്നത് ഇയർലി കറണ്ട് ബില്ല് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും. വീട്ടിലൊരു 3-4 BLDC ഫാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ വർഷത്തെയും കറണ്ട് ബില്ലിൽ നല്ല കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഫാനിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കളർ വേരിയന്റിലാണ് ഈ ഫാൻ വരുന്നത്. മെറ്റാലിക് ആൻഡ് വുഡ് ഫിനിഷും ഇതിൽ ഉൾപ്പെടും. ഇതൊരു മെറ്റാലിക് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാനാണ്. അപ്പൊ ഇത്രയും കളർ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ റൂമിന്റെ ഇന്റീരിയറിനനുസരിച്ചുള്ള കളർ വേരിയന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബ്ലേഡിന്റെ ഫിനിഷിംഗ് പ്രീമിയം മാറ്റ് ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. റസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അലൂമിനിയം ബ്ലേഡ്സ് ആണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിനും വന്നിട്ടുള്ളത്. ഫാനിന്റെ അടിയിലായിട്ട് LED ലൈറ്റിംഗ് സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ലാമ്പ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, റൂമിൽ ആവശ്യത്തിന് വെട്ടം കിട്ടും. LED ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്റ്റൈലിഷ് ലുക്കും ഇതിൽ ലഭിക്കും. ഇനി ഇതിന്റെ പെർഫോമൻസ് ആൻഡ് പവർ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന്റെ RPM വരുന്നത് 340 ആണ്. എയർ ഫ്ലോ വരുന്നത് 220 തൊട്ട് 225 cmm ആണ്. അതേപോലെ ഇതിന്റെ വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് റേഞ്ച് വരുന്നത് 90 വോൾട്ട് തൊട്ട് 300 വോൾട്ട് വരെയാണ്. പവർ സിറ്റുവേഷൻ എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഫാനിൽ നിന്ന് കിട്ടും. അതേപോലെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഒരുപാടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഈ ഫാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം 4K വോൾട്ട് സർജ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫാനിൽ വരുന്നുണ്ട്. ഇനി ഈ ഫാനിന്റെ സ്മാർട്ട് ഫീച്ചേഴ്സും റിമോട്ട് കൺട്രോൾ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് റിമോട്ട് കൺട്രോൾ. ഈ റിമോട്ട് കൺട്രോൾ ആണ് ഈ ഫാനിന്റെ കമാൻഡ് സെന്റർ എന്ന് പറയുന്നത്. ഇതിലാണ് ഇത് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ ഫംഗ്ഷൻസും നൽകിയിട്ടുള്ളത്. ഇതിൽ 5 സ്പീഡ് ലെവലാണ് ലഭിക്കുന്നത്. ഒപ്പം സ്ലീപ്പ് മോഡ്, ഹൈപ്പർ മോഡ്, മോപ്പ് മോഡ് തുടങ്ങിയ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡ്സ് ലഭിക്കുന്നുണ്ട്. ഈ മോപ്പ് മോഡിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ ആണ്. മോപ്പിങ്ങിന് ശേഷം ഫ്ലോർ ഡ്രൈ ആകാനാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മോപ്പ് മോഡ് നമ്മൾ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഫാൻ ഓട്ടോമാറ്റിക് ആയിട്ട് 5 മിനിറ്റത്തേക്ക് ഫുൾ സ്പീഡിൽ കറങ്ങി അതിനുശേഷം ഓഫ് ആവും. അതായത് ഫ്ലോർ ഡ്രൈ ആകുന്നിടം വരെ ഫുൾ സ്പീഡിൽ കറങ്ങിയിട്ട് ഓഫ് ആവും. അതിനോടൊപ്പം റിമോട്ടിൽ നിന്ന് ഫാനിലെ LED ലൈറ്റ്സ് ഓൺ ഓഫ് ചെയ്യാനും സാധിക്കും. ഇനി റിയൽ വേൾഡ് യൂസേജ് ആൻഡ് കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർ ഫാൻസ് ഒക്കെ വരുന്നത് 70 വാട്ട്സ് അല്ലെങ്കിൽ 80 വാട്ട്സിന്റെ ഒക്കെയാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ BLDC ഫാനുകൾ അതിന്റെ 1/3 പവർ മാത്രമേ കൺസ്യൂം ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ഒരു ഫാൻ ഉപയോഗിച്ചതിന്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സൂപ്പർ എനർജി സേവിംഗ് ആയിട്ടുള്ള ഒരു ഫാനാണിത്. 4 ഇയറിന്റെ വാറന്റി ഉണ്ട്, സർജ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്, വൈഡ് ആയിട്ടുള്ള വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് റേഞ്ച് ലഭിക്കുന്നുണ്ട്. 10 ഡിഫറെന്റ് കളേഴ്സിൽ ഈ ഫാൻ അവൈലബിൾ ആണ്. നമ്മുടെ റൂമിന്റെ ഇന്റീരിയറിന് അനുസരിച്ചുള്ള ഒരു കളർ നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയോടൊപ്പം തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈന്, വൈഡ് ആയിട്ടുള്ള എയർ ഫ്ലോ, ആംബിയന്റ് LED ലൈറ്റ് സെറ്റപ്പും സ്മാർട്ട് റിമോട്ടും അങ്ങനെ കുറെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ഫാനിൽ ലഭിക്കുന്നുണ്ട്. ഒരു BLDC ഫാൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് ക്രോംപ്ടന്റെ എനർജിയോൺ നിറ്റിയോ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇനി ക്രോംപ്ടൺ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 85 ഇയേഴ്സിന്റെ ലെഗസി ഉള്ള ഇന്ത്യസ് നമ്പർ 1 ഫാൻ ബ്രാൻഡാണ് ക്രോംപ്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു BLDC ഫാൻ ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റുമായോ വീഡിയോയുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ കമന്റുകൾക്കുള്ള റിപ്ലൈ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം മറക്കാതെ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.